ഈ ഒരു സോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ആയുർവേദം ആരംഭിച്ച കാലം മുതൽ പ്രിപ്പയർ ചെയ്തിരുന്ന ബേസിക് പ്രോഡക്റ്റുകളിൽ ഒന്ന് തന്നെയായിരുന്നു റോസ് പെറ്റൽ സോപ്പ്. ഇതിനൊരു പുതിയ ഭാവം കൊടുത്തുകൊണ്ട് 2026 നമ്മൾ റീലോഞ്ച് ചെയ്യാൻ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഒരു പഴയ സ്കൂൾ മേറ്റ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അവളുടെ മകളുടെ 8ാമത്തെ ബർത്ത്ഡേ ആണെന്നും ബർത്ത്ഡേ സെലിബ്രേഷന് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണമെന്നും പറഞ്ഞിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത് കേട്ടോ. ഒരുപാട് വർഷത്തിന് ശേഷമുള്ളൊരു ഫോൺ കോൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം സംസാരിക്കുകയും പഴയ മെമ്മറിയിലേക്ക് ഒരുപാട് നേരം കടന്നു പോവുകയും ചെയ്തൊരു കോള്, ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോള്. സോ അവളുടെ മകൾക്ക് വേണ്ടിയിട്ട്, മകളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള റോസ് പെറ്റൽ സോപ്പ് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരി, എന്നാൽ അത് തന്നെ ആവട്ടെ എന്ന് കരുതി ആദ്യം നമ്മൾ റോസ് പെറ്റൽസ് ഇതുപോലെ അറേഞ്ച് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അതിനുശേഷം 3 ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു റോസ് പെറ്റൽ സോപ്പ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒത്തിരി ടൈം ടേക്കിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ റോസ് പെറ്റൽസ് ഇലാസ്റ്റിന്റെയും കൊളാജിന്റെയും ഒക്കെ പ്രോപ്പർ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് ലെയർ, ഗ്ലിസറിനും റോസ് വാട്ടറും ചേർത്തിട്ടുള്ള ഫസ്റ്റ് ലെയർ. സെക്കൻഡ് ലെയർ ഗോട്ട് മിൽക്കും അതുപോലെ റോസ് വാട്ടറും റോസ് എക്സ്ട്രാക്റ്റും ചേർന്നതാണ്. മൂന്നാമത്തത് റോസ് പെറ്റൽ പൗഡർ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ 3 ലെയറിലാണ് നമ്മൾ ഈ ഒരു സോപ്പ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതാണ് നമ്മുടെ സോപ്പിന്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. ഈ 3 ലെയറിൽ സെറ്റ് ചെയ്തെടുക്കുന്ന സോപ്പ് നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻസ്, ടാനിങ്സ്, അതുപോലെ തന്നെ സ്കിൻ ഇഷ്യൂസ്, ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാനും ഗ്ലിസറിൻ പോലെയുള്ള കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് കുട്ടികളുടെ സ്കിൻ എന്ന് പറയുമ്പോൾ വളരെ മൃദുവായിട്ടുള്ള സ്കിന്നാണല്ലേ, അപ്പൊ ആ ഒരു സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു സോപ്പ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഡിമോൾഡ് ചെയ്യണം, പാക്ക് ചെയ്യണം, നമുക്കിത് കൊറിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. February 14 എൻ്റെ ഫ്രണ്ടിന്റെ മകളുടെ 8th ബർത്ത്ഡേ. ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് തീമിലാണ് അവര് ബർത്ത്ഡേ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റോസ് പെറ്റൽ സോപ്പ് ഈ ഒരു തീമിനോട് ചേർന്നിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണെങ്കിലും 8ാം പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞു മകൾക്ക് ആയുർപത്മ ടീമിന്റെ വക പിറന്നാൾ ആശംസകൾ.